നമുക്കൊരു മാങ്ങാക്കറി നോക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാങ്ങ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഈ ഷേപ്പിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു അരമുറി തേങ്ങ, 3 പച്ചമുളക്, കുറച്ച് ചെറുള്ളി, ഒരു 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ എടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഒരു 3 പച്ചമുളകാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല എരിയുള്ള പച്ചമുളകാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. മാങ്ങ ഒന്ന് വാടുന്നിടം വരെ ഇളക്കണം. നമുക്ക് 1 സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. മാങ്ങ മുങ്ങിക്കിടക്കണം, അതേ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് 10 മിനിറ്റ് മാങ്ങ ഒന്ന് വേവട്ടെ. 10 മിനിറ്റ് വേവണ്ട, ഒരു 5 മിനിറ്റൊക്കെ മതി. മാങ്ങ നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമുക്കിനി അടുത്തതായിട്ട് തേങ്ങ അരച്ച് കൊണ്ട് വരാം. അരമുറി തേങ്ങ, ഒരു 3-4-5 ചെറുള്ളി, ഒരു 5-6 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണേ. മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങയിൽ ചേർത്തിട്ടുള്ളതാണ്, എന്നാലും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇപ്പം മാങ്ങ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം അരപ്പ് ഇവിടെ റെഡിയായി. നമുക്കിനി അരപ്പ് ഒഴിച്ച് കൊടുക്കണം. ഇവിടെ തിളപ്പിച്ചരച്ച വെള്ളം ഇരിപ്പുണ്ട്. ഞാൻ ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ പരുവത്തിൽ മാങ്ങാക്കറി എടുക്കാം. കണ്ടോ, നല്ല കുറുകി ഇരിക്കുകയാണ്, നല്ല കറിയാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചിട്ട് നമുക്ക് ഉലുവായും കടുകും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചെറുള്ളി, കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് താളിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇളക്കിയെടുത്ത് സെർവ് ചെയ്യാം.